വയനാട് പുൽപ്പള്ളിയിൽ സാമ്പത്തിക തർക്കത്തിനിടെ ഇടപാടുകാരനെ കൊലപ്പെടുത്താൻ ശ്രമം. ആക്രമണത്തിൽ ജോസഫ് എന്ന ഇടപാടുകാരന്റെ പാദത്തിന്റെ മുകളിലുള്ള ഭാഗം പൂർണ്ണമായി തകർന്നു. സംഭവത്തിൽ പെരിക്കല്ലൂർ സ്വദേശി റോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അനഘ റീജ ഭരതനാണ് ചേരുന്നത് വയനാട്ടിൽ നിന്നും. അനഘ, വളരെ ഗുരുതരമായ ഒരു ആക്രമണം, സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ കൊലപാതക ശ്രമം എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ ജോസഫും റോഡിയുമായി നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. ഈ ബന്ധം മുതലെടുത്ത് ജോസഫിന്റെ വസ്തു ഈടുവെച്ച് റോഡി KSF നിന്നടക്കം ലക്ഷങ്ങളോളം രൂപ വായ്പ എടുത്തിരുന്നു. ഇതിന് പുറമേയും നിരവധി തവണ പണം കടം വാങ്ങിയിരുന്നു. ഇതിന്റെ പേരിലാണ് പിന്നീട് ഇവർ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാവുകയും റോഡി ഈ ജോസഫിനെ വീട്ടിലേക്ക് വിളിക്കുകയും വീട്ടിൽ വെച്ച് ആക്രമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും സംഭവത്തെ തുടർന്ന് ഗുരുതരമായി ജോസഫിന് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയത്. ഏതായാലും നിലവിൽ പുൽപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റോഡിയെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കായി തിരച്ചിലുകൾ നടത്തി വരികയാണ്. ശരി അനഘ, വയനാട് പുൽപ്പള്ളിയിലാണ് സാമ്പത്തിക തർക്കത്തിനിടെ ഇടപാടുകാരനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. ആക്രമണത്തിൽ ജോസഫ് എന്ന ആളുടെ പാദത്തിന്റെ മുകളിലുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്.